തുടരും അങ്ങനെ വലിയ പബ്ലിസിറ്റിയോ തള്ളിമറിക്കലോ പ്രൊമോഷനോ ഒന്നുമില്ലാതെ സൈലൻ്റ് ആയിട്ട് വന്നൊരു സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ചില സിനിമകളുണ്ട് അങ്ങനെ വലിയ പബ്ലിസിറ്റിയോ പ്രൊമോഷനോ ഒന്നുമില്ലാതെ സൈലൻ്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിക്കുന്ന സിനിമകൾ. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. കാരണം കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് ആ സിനിമയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിന് ആ സിനിമയുടെ മുകളിലെ കോൺഫിഡൻസിനെയാണ് അത് കാണിക്കുന്നത്. കാരണം പുള്ളി ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ പുള്ളിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ യാതൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. മറ്റ് ചില സിനിമകളുണ്ട് ഒരുപാട് തള്ളിമറിക്കലേക്കും. ആൻ്റണി 2 ഹെലികോപ്റ്റർ വേണം, സ്പോട്ടിൽ 2 ഹെലികോപ്റ്റർ എത്തി, ആന മയിൽ ഒട്ടകം അങ്ങനെ പറഞ്ഞ് ഒരുപാട് തള്ളിമറിക്കും. അവസാനം തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പിണ്ണാക്കും ഉണ്ടാവില്ല. ഈ സിനിമയുടെ ഡയറക്ടർ തരുൺ മൂർത്തിയാണ്. പുള്ളിയുടെ മുന്നത്തെ സിനിമകൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നിവയാണ്. ഈ 2 സിനിമകളും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. ഇപ്പോൾ ഇതുകൂടി ആയപ്പോൾ ഹാട്രിക് ആയിട്ടുണ്ട്. പുള്ളിയുടെ ഈ 3 സിനിമകളിലും കോമൺ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ബിനു പപ്പു എന്ന നടൻ നല്ലൊരു ക്യാരക്ടർ ഈ 3 ചിത്രങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിൽ മോഹൻലാൽ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് ഷൺമുഖം എന്നാണ്. എന്നാൽ പുള്ളിയെ എല്ലാവരും ബെൻസ് എന്നാണ് വിളിക്കുന്നത്. പുള്ളി ഒരു ടാക്സി ഡ്രൈവറാണ്. ഒരു കേസിൽപ്പെട്ട് പുള്ളിയുടെ കാറ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. എന്ത് രസമായിട്ടാണ് മോഹൻലാൽ ആ ബെൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അതേപോലെ തന്നെ ശോഭനയുടെ ലളിത എന്ന് പറഞ്ഞ ക്യാരക്ടറും ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒടിയന് ശേഷം മോഹൻലാലിൻ്റെ ഫേസിൽ ആ ഒരു നാച്ചുറൽ ആക്ടിങ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ സിനിമയിലാണ്. പിന്നെ ഇതിൽ SI ബെന്നി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അത് ബിനു പപ്പു ആണ് ചെയ്തത്. ഒരു ചൂടൻ ക്യാരക്ടറാണ്. നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടി തോന്നും. ആ രീതിയിലാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലേക്ക് CI ജോർജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരികയാണ്. പുള്ളിയുടെ ശരിക്കുള്ള പേര് പ്രകാശ് വർമ്മ എന്നാണ്. പുള്ളി വന്നതിന് ശേഷം സിനിമ മറ്റൊരു ലെവലിലേക്ക് പോവാണ്. പുള്ളിയുടെ അപ്പിയറൻസ്, സൗണ്ട് ഒരു രക്ഷയില്ല. ചിരിച്ചുകൊണ്ട് ആളെ കൊല്ലുക എന്ന് പറയില്ല, എക്സാക്ട്ലി ആ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തത്. ഈ സിനിമയിൽ മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നിന്നൊരു ക്യാരക്ടറാണ് ഈ CI ജോർജ് എന്ന് പറഞ്ഞത്. ഈ സിനിമ കണ്ടവർക്ക് അറിയാം പുള്ളിയുടെ ആ ഒരു ആക്ടിങ്, ആ ഒരു പെർഫോമൻസ് അമേസിങ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ബെൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതിൽ 2 സീൻ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഈ സിനിമയിൽ ഒരു സീനുണ്ട്, അതായത് ലാലേട്ടൻ ബാത്റൂമിൽ ഇങ്ങനെ കരയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിനിടയിൽ കരഞ്ഞിട്ട് പുള്ളി ഫ്ലോറിലേക്ക് വീണു പോകുന്നുണ്ട്. അതൊക്കെ എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് പുള്ളിയെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. ആ ഫൈറ്റ് സീനിൽ പുള്ളി ഒരു കൈ കുത്തിയിട്ട് ഇങ്ങനെ ഒരു മറയുന്നൊരു സീനുണ്ട്. ആ ഒരു സീനിൻ്റെ സമയത്തൊക്കെ തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഫൈറ്റ് സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പുലിമുരുകനിലൊരു റെഫറൻസ് ഉപയോഗിച്ച പോലെ തോന്നി. കാരണം എന്താ വെച്ചാൽ മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം, ആ ബ്ലാക്ക് മുണ്ട്, ഒരു ബ്രൗൺ ഷർട്ട് വെച്ചിട്ട് മുരുക എന്ന് പറഞ്ഞൊരു ഡയലോഗ്, അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് പുലിമുരുകനാണ് ഓർമ്മയിലേക്ക് വന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ അതായിട്ടൊരു മാച്ചിങ് പോലെ തോന്നി. ഫാമിലി ഓഡിയൻസിനൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടാൻ എന്തായിട്ടും നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മോഹൻലാൽ ഫാൻസിന് കുറേ കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു ലാലേട്ടൻ ചിത്രം വരുന്നത്. എന്തായിട്ട് തുടരുമെന്ന് പറഞ്ഞൊരു സിനിമ നല്ലൊരു ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ കുറച്ച് സ്പോയിലർ ഉണ്ടാവും. അതുകൊണ്ട് സിനിമ കാണാത്തവർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്ന ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതിൽ ആ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സാധാ ഫാമിലി ആയിരിക്കും ജോർജ് കുട്ടിയുടെ. അവരുടെ ഫാമിലിയിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. ലാലേട്ടൻ അത് കണ്ണിങ്ങിൽ ഹാൻഡിൽ ചെയ്യുന്നു, നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സിനിമയിൽ ഷൺമുഖം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അവരതും ഒരു കൊച്ചു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു, ലാലേട്ടൻ അത് ഹാൻഡിൽ ചെയ്യുന്നു, പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നു. ഈ 2 സിനിമയുടെ സ്റ്റോറിയും ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ സിനിമ തമ്മിലൊന്നും യാതൊരു ബന്ധവുമില്ല. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.